അങ്ങനെ ഫൈനലി ഞങ്ങൾ ടെസ്റ്റിൽ എടുത്തിരിക്കുകയാണ്. സോ ടെസ്റ്റിൽ എടുത്തതിന് വേണ്ടി ഞങ്ങളെ തന്നെ സ്വയം ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് ഞങ്ങളെടുത്ത കാറല്ല, ഇത് ഇവിടുത്തെ ഊബർ ഞങ്ങൾ ബുക്ക് ചെയ്താണ്. ഇവിടെ ഊബർ ബുക്ക് ചെയ്ത് ഇങ്ങനെ ലക്ഷറി കാറിലൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാം. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പുതിയതായിട്ടൊരു കാർ മേടിക്കാത്തത്. അല്ലാത്തത് പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് വെറുതെ, നമുക്കിങ്ങനെ ലക്ഷറി കാറിൽ ഡെയിലി പൊക്കൂടെ. ഇൻഷാ അല്ലാ ദൈവം സഹായിച്ച ഒരു 2-3 മാസം കൊണ്ടെങ്കിലും എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ കാറില്ലാണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. സോ ഞങ്ങൾ എല്ലാ വീക്കിലും ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കും കേട്ടോ. ഈ ഒരു 2 വീക്സ് ആയിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. സോ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു അങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ഇതുവരെ ഈ സ്റ്റീക്ക് എന്ന് പറഞ്ഞ ഐറ്റം ട്രൈ ചെയ്തിട്ടില്ല. സോ ആൾ പറഞ്ഞു നമുക്കെന്നാൽ സ്റ്റീക്ക് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഫൈനലി അവിടെ എത്തി സ്റ്റീക്കൊക്കെ ഓർഡർ ചെയ്തു. ബീഫാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്ത് തന്നത്. അവരിങ്ങനെ പച്ച മാംസം ഇങ്ങനെ കൊണ്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചത് കാണുമ്പോൾ ഛർദ്ദിക്കാനൊക്കെ വരും. പക്ഷേ സംഭവം അടിപൊളിയായിട്ടാണ്. അതിൽ വെച്ച് തന്നെ നമ്മളിതിനെ ഒന്ന് ഫ്രൈ പോലെയൊക്കെ ആക്കി എടുക്കും. എനിക്കതിൻ്റെ പ്രോസസ്സിങ് കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ തന്നെ അത് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിലൊരു സലാഡ് ഡ്രസ്സിങ് പോലെയൊക്കെ സംഭവം ഉണ്ട്. അതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നത് ആ പാസ്തയാണ്. ക്രീമി പാസ്ത എന്ന് പറഞ്ഞാൽ ക്രീമി പാസ്ത ആയിരുന്നു കേട്ടോ. അത് ഫുള്ള് ഞാനാട്ടോ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ കുറച്ച് അങ്ങോട്ടൊക്കെ നടക്കാൻ നോക്കി. ഈ ഒരു ഏരിയയിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ വരുന്നത്. ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഈ സ്ട്രീറ്റ് ലൈറ്റിലൊക്കെ എന്ത് ഭംഗിയാണ് കേട്ടോ. ഒറിജിനൽ പൂവാണ് കേട്ടോ ഈ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. എന്ത് രസമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് എപ്പോൾ വലിച്ചെടുത്ത് കളഞ്ഞെന്ന് ചോദിച്ചാൽ മതി അല്ലേ. അത്ര ഭംഗിയായിട്ടാണ് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു പാർക്ക് ഉണ്ട് അവിടെ അടുത്ത്, അങ്ങോട്ടൊന്ന് പോകാൻ ഓർത്തു. ഈ ഏരിയയിൽ ഫുൾ ഷോപ്പുകളാണ് കേട്ടോ. കൂടുതൽ ഈ ഫുഡ് ഐറ്റംസും പിന്നെ കുറേ ചെറിയ ചെറിയ ഓഫീസുകളാണ് കേട്ടോ. ഇവിടെ ഞാൻ അങ്ങനെ ഡ്രസ് ഷോപ്പൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വലിയ വലിയ മോളുകളിലാണ് H&M അങ്ങനെയുള്ള വലിയ വലിയ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു പാർക്കിൽ എത്തിപ്പെട്ടു. ഈ ഒരു പാർക്കിൽ നമുക്ക് ഭയങ്കര ശാന്തമായിട്ട് ഭയങ്കര റിലാക്സബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നോയ്സ് പൊല്യൂഷൻ ഭയങ്കര കുറവാണ്. ഒരു രീതിയിലുള്ള ഈ ഹോണടി ആയിക്കോട്ടെ അങ്ങനെയുള്ള സൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഓരോ ആൾക്കാരെ കാണുമ്പോൾ അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടേതായ ലോകത്ത് അവർ വരുന്നു പോകുന്നു, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ അയൽവക്കക്കാരന് നമ്മുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അത്ര ഇതാണ്. നമുക്ക് ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് അറിയില്ലെങ്കിൽ അടുത്തുള്ള ആളോട് പോയി ചോദിച്ചാൽ മതി. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണെന്ന് അവരോട് ചോദിച്ചാൽ അവർ നമ്മുടെ A to Z കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല. അയൽവക്കത്താരെ താമസിക്കണേന്ന് പോലും നമുക്ക് അറിയാത്തൊരവസ്ഥയാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് വേണ്ട എന്ത് കാര്യം ചെയ്ത് മാന്യം മര്യാദയായിട്ട് നമുക്കിവിടെ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു അറ്റ്മോസ്ഫിയർ. ഈ ഒരു പാർക്കിന് ഞങ്ങളുടെ അടുത്തുകൊണ്ട് കേട്ടോ ഇതുപോലെ നല്ലൊരു അടിപൊളി പാർക്ക് ഉണ്ട്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.